ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ? വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പച്ചരി, അരക്കപ്പ് പച്ചരി 125 ml കപ്പിൻ്റെ 1 കപ്പ്, അതായത് മറ്റേ നോർമൽ നമ്മളുടെ കപ്പിൻ്റെ അരക്കപ്പ്. ആ അരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പച്ചരി 2-3 പ്രാവശ്യം കഴുകിയ ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കി പഴം എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിലൊക്കെ ഏലക്കി എന്നാണ് പറയുക. നമ്മുടെ ഞാലിപ്പൂവനാണത്. അത് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നൈസായിട്ട് അരച്ചെടുക്കണം നമുക്ക്. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം. അപ്പോൾ അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റിയിട്ട് നമുക്കതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടതുണ്ട്. ഈ മിക്സി ജാർ ഒന്നും കൂടെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നമുക്ക് കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയൊരു റെസിപ്പിയാണത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ അതേപോലെ ഇതേപോലെ വെള്ളമായിട്ട് വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാനായിട്ട്. നമുക്കത് ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മൾ നീർദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. റവ ദോശയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ. എന്നിട്ട് നമുക്കത് ചെറുതീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നെയ്യോ എണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വീണ്ടും നമുക്കത് പതുക്കെ ഒന്ന് ഇളക്കിയെടുത്ത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. കാരണം ഈ പഴവും ശർക്കരയും ഒക്കെ ഉള്ള കാരണം കുറച്ചൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ഇത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് കട്ടിയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് വളരെ കനം കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലപോലെ തന്നെ അത് കേടുവരാതെ തന്നെ നമുക്കത് മറിച്ചിടാനൊക്കെ പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ പഴമൊക്കെ വാങ്ങിയിട്ട് അത് പെട്ടെന്ന് കേടുവന്ന് പോവുകയാണെങ്കിൽ വെറുതെ കളയാതെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഞാലിപ്പൂവനാണ് ചേർത്തത്. അപ്പോൾ ഇതുപോലെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.